എടാ 10 കൊല്ലം എന്നെ സ്നേഹിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ ഇട്ടേച്ചു എന്താടാ നിനക്ക് പറ്റിയേ? ഇതേ ബാക്കിയുള്ള റൂട്ട് മുട്ടുന്യായം പറയാൻ ഞാൻ വരത്തില്ല. ഉള്ള കാര്യം മുഖത്തോക്കി പറയാമല്ലോ. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. 100 പവനും 10-25 ലക്ഷം രൂപ എനിക്ക് കിട്ടും. നിന്നെ കെട്ടി എന്ത് കിട്ടാനാ? ആ ഉണക്ക വീടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ പോക്കണം. ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഇത്ര സാമ്പത്തികമൊന്നും ഇല്ലെന്ന്. പിന്നെ നീ എന്നെ ചതിക്കൂലെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ എന്താ ഇങ്ങനെ? ഇപ്പം എൻ്റെ സ്വഭാവം ഇങ്ങനെ. പിന്നെ നീ എനിക്ക് മേടിച്ച സാധനങ്ങളൊക്കെ നിൻ്റെ ആ വീടിൻ്റെ വാതിക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കയറാൻ പോലും തോന്നില്ല. ഒട്ട ഒരു വീട്. നീ മേലെ എൻ്റെ പുറകെ നടന്നു വരുന്നു. മോന്ന് നിന്നേ, എല്ലാം അങ്ങ് വെച്ചിട്ട് പോയല്ലേ? നീ മേടിച്ചു തന്ന സാധനങ്ങളെല്ലാം അവിടെ വാതിക്കെ വെച്ചിട്ടുണ്ട്. വലിയ അഭിമാനി. അപ്പൊ ഞാൻ വാങ്ങിച്ചെന്ന ഷർട്ടും ഈ ട്രാക്ക് സൂട്ടും എന്തുകൊണ്ട് ആ മുറ്റത്തങ്ങ് ഊരി വെച്ചിട്ടു. ഇത് ഇവള് മേടിച്ചു തന്നായിരുന്നു. അപ്പൊ അവള് മേടിച്ചു തന്നേത്? നീ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, നീല. ഏതായിരുന്നു ബ്രാൻഡ്? കാൽവിൻ ക്ലെയിൻ. അത് ഞാൻ വാങ്ങിച്ചെന്നാ. നീ അവിടെ അതും ഊരി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വാഴത്തോപ്പുണ്ട്. അവിടെ നിന്ന് വാഴയിലും ചുറ്റും നീ വീട്ടിൽ പോയാൽ മതി കേട്ടോ. വാഴയിലെയോ? വഴിയിലാണ് കയറിപ്പോയ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എനിക്ക് എന്തിനാ സ്ത്രീധനം? നീയല്ലേ എന്റെ ധനം. മോ അങ്ങനെ വഴിക്ക് വാ. എന്നെയും കെട്ടി മര്യാദക്ക് ഇവിടെ ജീവിച്ചോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാഴയില ഓർമ്മയുണ്ടല്ലോ, ചുറ്റി ഓടേണ്ടി വരും ഇവിടെ. അങ്ങ് മാനങ്ങോട്ട്. പിന്നെ വന്നാ ഈ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടോ? പറഞ്ഞ കുടിക്കാലോ.